ഹായ്. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മളുടെ ടീ ട്രീ ഓയിൽ കണ്ടില്ലേ. ഇത് വീട്ടിലുണ്ടെങ്കിൽ, ഇത് ഓരോ വീട്ടിലും ഇത് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ, മേടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നുള്ള ഒരു എമർജൻസി ഹോസ്പിറ്റൽ ഒഴിവാക്കാനായിട്ട് പറ്റും കേട്ടോ. മുറിയായാലോ, തടിപ്പ്, മേലൊക്കെ തടിപ്പ് വന്നാലോ, ചൊറിച്ചിൽ വന്നാലോ, അലർജി പ്രശ്നങ്ങൾ വന്നാലോ, ചുമ, ജലദോഷം, മൂക്കടപ്പ്, അതുപോലെ തന്നെ തീപ്പൊള്ളൽ, തലവേദന, ഒരുപാട് ഗുണങ്ങളുള്ള ഒരു അടിപൊളി കുട്ടി ഡോക്ടറാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ടീ ട്രീ ഓയിൽ. നമ്മളിതിനെ കുട്ടി ഡോക്ടർ എന്നാണ് വിളിക്കുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു സ്മെല്ലുണ്ടല്ലോ, എത്ര അടഞ്ഞിരിക്കണം മൂക്കാണെങ്കിലും ഒറ്റ വലിക്കത്ത് തുറക്കും കേട്ടോ. അടിപൊളി സ്മെല്ലാണ് ഇതിൻ്റെ. അപ്പോൾ ഇത് ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സായി നമുക്ക് ഇത് വീട്ടിൽ വെക്കാം. ഇതിനോടൊപ്പം തന്നെ നമുക്ക് അഷ്ടതുളസി ഉണ്ട്, കപ്പ് സിറപ്പ് ഉണ്ട്, റെസ്പിറേറ്ററി സിറപ്പ് ചുമയ്ക്ക് ഇപ്പോൾ വിട്ടുമാറാത്ത ചുമയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റെസ്പിറേറ്ററി സിറപ്പുണ്ട്, മേടിച്ച് ഉപയോഗിക്കാം. നല്ല ഇപ്പോൾ നമ്മൾ ചുമയുടെ മരുന്നൊക്കെ കഴിക്കുന്ന സമയത്ത്, ഇപ്പോൾ പല ആളുകളെയും ഞാൻ കാണുന്ന സമയത്ത് അവർ പറയാറുണ്ട് ചുമയുടെ മരുന്ന് കഴിച്ചാൽ ക്ഷീണമാണ് എന്ന് പറയും. അപ്പോൾ നമ്മൾക്ക് നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കാനായിട്ട് നമ്മളുടെ ഉൽപ്പന്നങ്ങൾ മേടിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ക്ഷീണമില്ലാതെ നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ മരുന്ന് കഴിച്ച് നമ്മളെ ഒരു രോഗിയാക്കി മാറ്റാതെ, ഇപ്പോൾ എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല അല്ലേ, ഏതെങ്കിലും പുസ്തകത്തിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ നിങ്ങൾ വയസ്സായി കഴിഞ്ഞാൽ ഒരു രോഗിയായി മരിക്കണം, അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും? നമ്മളാണ് തീരുമാനിക്കേണ്ടത്, നമ്മളെങ്ങനെയാണ് വേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കണം. നമ്മളങ്ങോട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മളത് അന്വേഷിച്ച് കണ്ടെത്തണം കേട്ടോ. നമ്മളെങ്ങനെ ആവണമെന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ വഴി നമ്മൾ തേടണം. അപ്പം ഞാൻ ഇത്രയും ഉറപ്പായിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എന്താ വെച്ചാൽ, ഒരുപാട് വിട്ടുമാറാത്ത ജലദോഷമുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഇന്ന് 361 ദിവസവും എനിക്ക് മൂക്കിൽ കൂടെ കഫം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ വലിക്കുന്ന സമയത്ത് തലേന്ന് ഇങ്ങോട്ട് ഇറങ്ങും, ഒരു ഉണ്ടയായിട്ട് ഇറങ്ങും. പലവർക്ക് അനുഭവങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ നമ്മളുടെ നോനി കഴിച്ച് തുടങ്ങിയതിന് ശേഷം എനിക്ക് ആ വിട്ടുമാറാത്ത ജലദോഷം മാത്രമല്ല, വിട്ടുമാറാത്ത തലവേദനയും എനിക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ നോനി, ഞാനതൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ നോനി, നമ്മളുടെ ടീ ട്രീ ഓയിൽ, ഇതൊക്കെ ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് ഈ വക പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ പണ്ടൊക്കെ മുന്നേ എന്നെ അറിയുന്ന ആളുകൾ പെട്ടെന്ന് അവർക്ക് മനസ്സിലാവും. കാരണം എപ്പോഴും ജലദോഷമാണ്. എൻ്റെ അമ്മ എന്നോട് ചോദിക്കുമായിരുന്നു, നിനക്ക് എന്താണ് മൂക്കിൽ കഫം കെട്ടി തൂക്കിയിരിക്കുകയാണോ, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ കാരണം എപ്പോഴും ജലദോഷമാണ്, തലവേദനയാണ്. ഇപ്പോൾ തലവേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ 2-3 പാരസെറ്റാമോളൊക്കെ മേടിച്ച് കഴിക്കും, എന്നിട്ടും മാറുമൊന്നുമില്ല. പിന്നെ ആശുപത്രിയിലേക്ക് പോകും. അങ്ങനെ പല അനുഭവങ്ങളും നമുക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്യാരൻറ്റിയോടുകൂടി ഞാൻ തന്നെയാണ് ഗ്യാരൻറ്റി. നമ്മളുടെ ഉൽപ്പന്നങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഗ്യാരൻറ്റിയാണ്. അപ്പോൾ മേടിച്ച് ഉപയോഗിച്ചാൽ നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കാം. ഈ വയ്യ എന്ന് പറയും, നമ്മളെവിടെ പോയാലും ഇതാണ് കേൾക്കുന്നത്. ഒരു ഷുഗർ പേഷ്യൻ്റ്, അല്ലെങ്കിൽ ഒരു കിഡ്നി, ലിവർ, കൊളസ്ട്രോൾ അല്ലേ, ക്യാൻസർ, അറ്റാക്ക്, അങ്ങനെയുള്ള ആളുകളാണ് മുഴുവനും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ ആരോഗ്യം നമ്മുടെ കയ്യിൽ തന്നെയാണ്. പിന്നെ നമ്മളൊന്ന് മാറാൻ തയ്യാറാവണമെന്ന് മാത്രമേ ഉള്ളൂ. മാറ്റം അനിവാര്യമാണ്. ഈ കാലഘട്ടത്തിൽ എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഇപ്പോൾ ഗ്യാസ് ഇല്ലാതെ നമ്മൾ അതിനെ തരണം ചെയ്യാനായിട്ട് ഉള്ള ശ്രമത്തിലാണ്. ഗ്യാസ് ഇപ്പോൾ 41 ദിവസം കഴിയണം, അത് കഴിഞ്ഞാൽ എത്ര ദിവസം കഴിയണം, അത് ബുക്ക് ചെയ്താൽ വരിക എന്നുള്ളത് അറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സൊല്യൂഷൻ തേടുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് പരിഹാരമുണ്ട്. അപ്പോൾ പരിഹാരം നമ്മൾ തേടി പോകണം അല്ലേ. നമ്മുടെ അടുത്തേക്ക് വരില്ല, എന്നാ പിടിച്ചോന്നും പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാത്തിനും പരിഹാരമുണ്ട്. അപ്പോൾ നമ്മളെ വിളിക്കാം കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട്. ഒക്കെ എല്ലാവരും നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കാനായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ.